ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ജെസ്സി ഫാഷൻ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ആ ഷോപ്പിലാണ്. നമ്മൾ രാവിലത്തെ തയ്യൽ പഠിപ്പിക്കലൊക്കെ കഴിഞ്ഞ് കുട്ടികളിങ്ങനെ വന്ന് ചേരുന്നുണ്ട്. പിന്നെ ആർക്കെങ്കിലും താല്പര്യമുള്ളവർ വന്ന് ചേരണം കേട്ടോ. പിന്നെ ഇപ്പോൾ ഞാൻ നാളെ ഇലക്ഷനല്ലേ, അപ്പോൾ ഞാൻ വീട്ടിൽ പോവുകയാണ്. വോട്ട് എൻ്റെ വീട്ടിലുണ്ട്, ഞാൻ ഇങ്ങോട്ട് മാറ്റിയിട്ടില്ല. പിന്നെ അതിനെക്കാട്ടി വലിയ ഇമ്പോർട്ടൻ്റ് എൻ്റെ അമ്മ മുറ്റത്തൊന്ന് വീണു. അപ്പോൾ ചെറിയൊരു ഡെഞ്ചറുണ്ട്. അപ്പോൾ എന്താ പറയുക, ചെറിയൊരു ചതവുണ്ട് എല്ലിന്. അപ്പോൾ ആൾ റെസ്റ്റിലാണ്, ഇപ്പോൾ ബെഡ് റെസ്റ്റിലാണ്. ഒരാഴ്ച പറഞ്ഞിട്ടുണ്ട്. ഒരാഴ്ച കഴിഞ്ഞാൽ ഇനി എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ അതാ എൻ്റെ വർക്കുകൾ കാണാണ്ട, എനിക്ക് കല്യാണ വർക്കുകളാണ് ഇതൊക്കെ. കല്യാണ വർക്ക്. പിന്നെ അസ്മിത അവിടെ ഉറങ്ങുന്നുണ്ട് കേട്ടോ. അസ്മിത ഞാൻ ഉറപ്പിക്കുകയാണ്. അപ്പോൾ അതാ ഗൈസ്, അടുത്ത കല്യാണ വർക്കാണ് കേട്ടോ. ഇതൊക്കെ പിന്നെ ടോപ്പുകളാണ്, പിന്നെ ഡ്രസ് കോഡൊന്നുമല്ല കേട്ടോ. പിന്നെ അതാ ഇത് ടോപ്പുണ്ട്. പിന്നെ അതാ ഇതൊക്കെ കല്യാണ വർക്കിൻ്റെ അതിലുണ്ട് കേട്ടോ ഡ്രസ് കോഡ്. ഇതാ കാണിച്ചു തരാം, നോക്കട്ടെ. ഇതാ ഇത് ഡ്രസ് കോഡാണ് കേട്ടോ, ഇത് ഡ്രസ് കോഡാണ്. പിന്നെ അതാ അസ്മിയുടെ കിടന്നുറങ്ങണ്. ഞങ്ങൾക്കിപ്പോൾ 5:10 ബസ്. ആ ബസ്സിന് പോകണം. ആൾ ഫോൺ കണ്ടങ്ങനെ കിടന്നുറങ്ങിയതാണ് കേട്ടോ. രാവിലെ മദ്രസക്ക് പോകുമ്പോൾ നീക്കണമല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങളെന്ന് അറിയാൻ. പിന്നെ എന്താണ്, ഇതാ ഉറങ്ങി നീറ്റ ആൾ ബസ്സിൽ നിന്നൊക്കെ നല്ല ഉറക്കുന്നു കേട്ടോ. ഇതെന്താ അങ്ങനെ മോന്തങ്ങനെ പിടിച്ചിരിക്കണ്, എന്താടോ? ഞങ്ങളിത് അപ്പാൻ്റെ കടയിലാണ് കേട്ടോ. പിന്നെ ഇത് കണ്ടിട്ട് അമ്പലത്തേക്കുള്ള എന്തോ ഒരു ഇതുപോലെ തോന്നണല്ലേ കണ്ടിട്ട്. അതെന്തോ ഉണ്ടാക്കി വെച്ചിരിക്കണ്. പിന്നെ എപ്പോൾ ഇവിടെ ഇല്ല, എപ്പോൾ പുറത്ത് പണിക്ക് വയ്ക്കണം. അങ്ങനെ ഞങ്ങൾ ഉപ്പാനെ കാത്തിക്കുകയാണ്. ഇതാണ് ഉപ്പാനെ കടൻ്റെ ഉള്ളിൽ കേട്ടോ, ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ആരെ കടയാണടാ? പിന്നെ ഇപ്പപ്പാൻ്റെ കട. എന്ത് കടയാണ്? എന്ത് കടയാണ് ഇത്? പണിയെടുക്കണം. ഫർണിച്ചർ കട. ഫർണിച്ചർ കട. ഇപ്പം എൻ്റെ കടൻ്റെ പേര് പറഞ്ഞു കൊടുത്താ. പേരെന്താണ്? പേര് പറഞ്ഞു കൊടുക്ക്. ഫർണിച്ചർ. ഫഹദ് ഫർണിച്ചർ പള്ളിപ്പടി. അങ്ങനെ പറയും, ഫഹദ് ഫർണിച്ചർ പള്ളിപ്പടി. പള്ളിപ്പടി. ഇനിയിപ്പോൾ വന്നിട്ട് വേണം ഞങ്ങൾക്ക് വീട്ടിൽ പോവാൻ. അങ്ങനെ ഞങ്ങളിതാ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തിയപ്പോഴാണ് കേട്ടോ വീടിൻ്റെ മേലെ, ഓടിൻ്റെ മേലെ ഇങ്ങനെ ഭയങ്കര സൗണ്ട് കേൾക്കണം. അപ്പോൾ ഞാൻ പുറത്തിറങ്ങിയപ്പോഴാണ് നമ്മളൊക്കെ ഇങ്ങനെ കണ്ടത്. ആളിവിടെ സ്ഥിരമാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, ഉപദ്രവം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്താ പറയുക, ചക്ക, മാങ്ങ, തേങ്ങ, അടക്ക അതൊക്കെ കയറി എടുക്കലാണ് ആൾക്ക് പണി. ഇപ്പം എന്താണെന്ന് അറിയില്ല, ആൾ ശാന്തമായിട്ടാണ് ഇരിക്കുന്നത്. ശല്യമൊന്നും ചെയ്യാത്തതുകൊണ്ടാണ് തോന്നുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ ആട്ടാനൊന്നും പോയില്ല. കുറച്ച് കഴിഞ്ഞാൽ പോവും, അത് തനിയെ പോവും. ഇത് അതിനെ കൊണ്ടുപോയിക്കുവാണെങ്കിൽ എനിക്ക് പോണാ കുറങ്ങൻ്റെ ഇതൊക്കെ. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇത് പിറ്റേ ദിവസമാണ്. ഞാനിതാ എണീറ്റ് ചായ ഉണ്ടാക്കി, നല്ല അടിപൊളി പാൽ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതാ ഉച്ചക്കൊക്കെ കറി ഉണ്ടാക്കി. അപ്പോൾ ഇതൊക്കെ അങ്ങനെ ഉണ്ടാക്കി. പിന്നെ ചോറ് കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കുള്ളൂ കേട്ടോ, രാത്രി കക്കുംപാടി വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഇതാ ഞാൻ ഈ മാവൊക്കെ എടുത്ത് ദോശയ്ക്ക് വേണ്ടി കലക്കുന്ന നേരത്താണ് വീഡിയോസ് എടുക്കാൻ ഓർമ്മ. അപ്പോൾ വേഗം പോയി എടുത്താണ്ടാ. പിന്നെ ഇത് ഇന്നലത്തെ ബീഫ് കറി ഉണ്ടാക്കി വെച്ചാണ്. അപ്പോൾ തണുപ്പ് പോകാൻ വേണ്ടി വെച്ചാട്ടോ. അപ്പോൾ ഇതാ ഇന്നലത്തെ ആശാൻ ഇന്ന് വീണ്ടും വന്നിട്ടുണ്ട്. ഇന്നാൾ മാങ്ങ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പുറത്ത് തന്നെ ഉണ്ട് മാങ്ങ ഒക്കെ എടുക്കണ്. പോയി അപ്പുറത്ത് പോയി. അപ്പോൾ ഇതാ നമ്മുടെ ബർഗറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. പെരുന്നാളിൻ്റെ സമയത്തൊക്കെ പൊളിച്ച് നേരാക്കാൻ തുടങ്ങിയ കേട്ടോ. അപ്പോൾ ഈ അടുക്കളയൊക്കെ ഒന്ന് പൊളിച്ച് നേരാക്കുന്നുണ്ട്. പിന്നെ ഞാൻ അത് ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ഇടനേരം ആയപ്പോൾ ഞാൻ മാങ്ങ മുറിച്ച് കഴിക്കാൻ വെച്ചു. നല്ല ടേസ്റ്റിന്, നല്ല മൂവാണ്ട മാങ്ങ അല്ലേ, പഴുത്തിട്ട് അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ചിലപ്പോൾ ഉപ്പും മുളകൊക്കെ ഇട്ട് അസ്മിക്ക് അങ്ങനെ ഇഷ്ടമാണ്. അവൻ കഴിക്കൂല, പക്ഷേ അവനക്കതിങ്ങനെ വീഡിയോസ് എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവനിപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ അതാ ഗൈസ്, അസ്മി ഓരോ പോക്കിത്തരം കാണിക്കുക കേട്ടോ. ഞാൻ വീഡിയോസ് എടുക്കുന്നത് കണ്ടിട്ടില്ല, കണ്ടാൽ അവിടുന്ന് ആൾ ഇറങ്ങും. എന്താണ് കാട്ടണമെന്നുള്ളതാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ വീഡിയോസ് എടുക്കുന്നത് കണ്ടിട്ടാ ആളുടെ മൈൻഡ് മാറുന്നുണ്ട്. ഇനി ഏത് നിമിഷം സംഭവിക്കാം. അതാ എന്നെ അടിക്കാൻ വരുന്നുണ്ട്. ഹായ്. അപ്പോൾ ഇതാ ഇന്ന് വോട്ട് ചെയ്യാൻ പോവുകയാണ് ഞാൻ. കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് ഡ്രസ്സ് മാറണം. പിന്നെ ഇവിടെ മേലെ വണ്ടി വരും കേട്ടോ. അപ്പോൾ വണ്ടി വരാൻ പറഞ്ഞാൽ അപ്പോൾ അതാ എൻ്റെ തിരിച്ചറിയൽ കാർഡ്, പിന്നെ വോട്ടിൻ്റെ കാർഡാണ്.
ഇത് പിന്നെ അപ്പം ചെയ്ത് വന്നാട്ടോ, അപ്പം ചെയ്ത് വന്നേക്കണം. അപ്പം ഇനി ഡ്രസ്സൊക്കെ മാറിയിട്ട് വേണം ഇനി ചെയ്യാൻ പോകണം. പിന്നെ വേറെന്താ, അപ്പോൾ വോട്ട് ചെയ്ത് വന്നിട്ട് കാണാം. ഹായ്, അപ്പം ഞാനിതാ വോട്ട് ചെയ്ത് വന്നു. അപ്പോൾ എൻ്റെ ഒരു അവകാശമാണ് വോട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പം ഞാൻ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താണ്, ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് എല്ലാവരും വോട്ട് ചെയ്തില്ലേ. പിന്നെ ഇനി റിസൾട്ട് എന്താണെന്ന് അറിയില്ല അല്ലേ. പിന്നെ വേറെന്താ, ഇപ്പോൾ ഇതാ പോയപ്പോൾ കിട്ടിയതാണ് 2 ബലൂൺ കിട്ടി. അസ്മിക്ക് 2 ബലൂൺ കിട്ടി. പിന്നെ അവനക്കൊരു ക്യാപ്പൊക്കെ കിട്ടിയിട്ടോ. ഇത് ലീഗര് തന്നാട്ടോ. പിന്നെ മാർക്സിസ്റ്റേത് പ്രത്യേകിച്ചൊന്നും കൊല്ലം കിട്ടിയിട്ടില്ല. അവർക്ക് ഉണ്ടാവലുണ്ട്, കൊല്ലം എന്താ പറ്റിയ അറിയില്ല. പിന്നെ വേറെന്താ, അസ്മിക്ക് എന്തായാലും ബലൂൺ കിട്ടിയാണ് സന്തോഷം. ആരുടെയായാലും വേണ്ടിയില്ല, നമുക്ക് ബലൂൺ കിട്ടിയാൽ മതിയല്ലോ, അവർക്ക് എന്തില്ലേ. അപ്പോൾ പിന്നെന്താ, ഇന്ന് വൈകിട്ട് കഴിഞ്ഞ് മാണിയക്കാട്ടിൽ തന്നെ പോകണം. ഇപ്പം കൊണ്ടാക്കി തരാമെന്നാണ് കേട്ടോ. ഇനി അസ്മിനെ കൊണ്ടുപോയിട്ട് ഉറക്കണം. കുറച്ച് പരിപാടികളുണ്ട്. ഓ ഇതാരടാ കൊടുന്ന ഈ ബലൂണ്? പപ്പ മെച്ചിക്കുണ്ടോ? എന്താ കോലം? റൂമിലെന്താ എന്ത് സാധനം? തലവേദന? ആ, നമുക്ക് പണിയാട്ട് കൊണ്ടേ ഇന്ന് മദർസ് ഉണ്ടോ? നമുക്ക് പോകണം.